أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا حول ولا قوة إلا بالله العلي العظيم. അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ് പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കെടുക്കാനുള്ളത് 10ാമത്തെ ക്ലാസ്സിലാണ്. അള്ളാഹു നാം ഈ പറയുന്നതും കേൾക്കുന്നതും എല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുവിന്റെ അസ്മാഉകളുടെ കൂട്ടത്തിൽപ്പെട്ട അൽ ഗാഫിർ എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ്. പൊറത്തു തരുന്നവൻ എന്നർത്ഥം വരുന്ന ഗാഫിർ എന്നുള്ളത് 3 വിധത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആമുഖം തന്നെ അൽ ഗാഫിർ അൽ ബാറിട്ടുകൊണ്ട് അൽ ഗഫൂർ അൽ ഗഫാർ. 3ന്റെയും അർത്ഥം അള്ളാഹു പൊറത്തു തരുന്നവനാകുന്നു. അൽ ഗാഫിർ പൊറത്തു തരുന്നവൻ, ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പൊറത്തു തരുന്നവൻ എന്നർത്ഥം. ഗാഫിർ, ഗഫൂർ, ഗഫാർ 3ന്റെയും അർത്ഥം പൊറത്തു തരുന്നവൻ, നന്നായി പൊറത്തു തരുന്നവൻ എന്നുള്ളതാണ്. ഇതിന്റെ ചർച്ചകളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് ഇതിന്റെ അർത്ഥം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നിടത്ത് ഗാഫിറും ഗഫാറും ഗഫൂറും 3 പദങ്ങൾ വരുന്ന സമയത്ത് മനുഷ്യനെയും അതേപോലത്തെ അള്ളാഹു അതിന്റെ ഇടയിൽ തെറ്റ് ചെയ്യുന്നവനാകുന്നു എന്നർത്ഥം വരുന്ന ലാലിമ്, വല്ലാമ്, വലൂം എന്നൊക്കെ പറഞ്ഞു ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹു പൊറത്തു തരുന്നവനാകണേ എന്ന് പറയുന്ന സമയത്ത് മനുഷ്യനൊരിക്കലും നിരാശനാവരുത്. നിരാശനായി പോവുക എന്നുള്ളത് വിശ്വാസികൾക്ക് ഭൂഷണമായ കാര്യമല്ല എന്ന് പറയുന്ന അള്ളാഹു പറഞ്ഞു തരുന്ന ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങളും അതിന്റെ കൂടെ മറ്റുള്ളവരുടെ പാപങ്ങൾ പരസ്യപ്പെടുത്തരുത്. അള്ളാഹു തന്നെ എല്ലാം മറക്കുന്നവനും മറച്ചു വെക്കുന്നവനും പൊറത്തു തരുന്നവനുമാകുന്നു. ആ സമയം മനുഷ്യരായ നാമും അതിന്റെ ഭാഗങ്ങൾ എടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളും മറ്റുള്ളവരുടെ പാപങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് പറയും. ഈ 5 ഭാഗങ്ങളാണ് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ ചർച്ചയിൽ വരുന്നത്. ഫസ്റ്റ് അർത്ഥം പറയുന്ന സമയത്ത് അള്ളാഹു ഗഫാർ ആകുന്നു എന്നുള്ളത് ഈ ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി തന്നെ പറയാനുള്ള മനുഷ്യന് വല്ലാതെ പ്രതീക്ഷ നൽകുന്ന അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. മനുഷ്യന്മാർക്കെല്ലാം മിസ്റ്റേക്കുകളും തെറ്റുകളും അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങളും സംഭവിച്ചു പോകും. ഈ സംഭവിച്ചു പോയ ഒരാളുടെ മനസ്സിൽ വരുന്ന വേദനയ്ക്ക് പരിഹാരമാണ് അള്ളാഹു പൊറത്തു തരുന്നവനാകുന്നു എന്ന് മനസ്സിലാക്കൽ. അതുകൊണ്ട് ഇന്നത്തെ ഇസ്മിന്റെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഒരു ആശ്വാസമാണ്. അറിയാതെ വരുന്ന തെറ്റുകൾക്ക് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി അള്ളാഹു ഗാഫിറാകുന്നു, അല്ല അതിലുമപ്പുറം അള്ളാഹു ഗഫൂറും ഗഫാറുമാകുന്നു എന്നുള്ളതാണ്. പൊറത്തു തരുന്നവനാകുന്നു, എല്ലാവിധ പാപങ്ങളെയും പൊറത്തു തരുന്നവനാകുന്നു. വ്യത്യസ്തമായി പാപങ്ങൾ നാം ചെയ്യുന്നതെല്ലാം പൊറത്തു തരുന്നവനാകുന്നു. ഒരു പാപം തന്നെ പല തവണ ആവർത്തിക്കുന്ന സമയത്ത് അതും പൊറത്തു തരുന്നവനാകുന്നു എന്നാണ്. മാത്രമല്ല പൊറത്തു തരിക എന്ന് പറയുന്ന സമയത്ത് ഇഹലോകത്ത് മറച്ചു വെക്കും. ആളുകൾ അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ ഒരിക്കലും പരസ്യപ്പെടുത്തുകയില്ല, അത് മറച്ചു വെക്കും. അതേപോലെ തന്നെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ആ തെറ്റുകൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുകയും ആ തെറ്റിന് അള്ളാഹു ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് പൊറത്തു തരൽ. 2 ഭാഗങ്ങൾ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഒന്ന്, ഭൗതിക ലോകത്ത് അള്ളാഹു മറച്ചു വെക്കുകയും പരസ്യമാവാതിരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ അള്ളാഹു അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ് നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് നന്മ തിന്മകളുടെ കിതാബുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മെ വിചാരണ ചെയ്യും. ആ സമയത്ത് മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഇതെന്തോ ഒരു കിതാബാണ്, എന്തോ ഒരു ഗ്രന്ഥമാകുന്നു, ഞാൻ ചെയ്ത ഒരു ചെറു തെറ്റുപോലും ഒരു വലിയ കാര്യങ്ങളെ പോലും ഒഴിവാക്കാതെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ എന്തോ ഒരു കിതാബാകുന്നു, എന്തോ ഒരു ഗ്രന്ഥമാകുന്നു ഇത് എന്ന് ചോദിക്കുന്ന ഗ്രന്ഥം വെച്ച് വിചാരണ ചെയ്യുന്ന സമയത്ത് പലതും മായ്ച്ചു കളയപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ അള്ളാഹു അതിന്റെ പേരിലുള്ള ശിക്ഷ നമ്മളിൽ നിന്ന് ഒഴിവാക്കി തന്നിരിക്കും. ഇങ്ങനെ പൊറത്തു തരുന്നവനാകുന്നു ഗഫാർ ആയിരിക്കുന്ന അള്ളാഹു എന്ന്. ഇങ്ങനെ പൊറത്തു തരുന്ന അള്ളാഹുവിന്റെ വിശേഷണമാകുന്നു പൊറത്തു തരുന്നവൻ എന്നർത്ഥം വരുന്ന ഗാഫിറും ഗഫാറും ഗഫൂറും 3 പദങ്ങൾ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അസ്മാഉൽ ഹുസ്നയുടെ ഷറഹില്
ഇത് വിശദമായി ചർച്ചക്കെടുക്കുന്നുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ഇന്നെല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ്. അള്ളാഹുവിനെ വർണ്ണിക്കാൻ വേണ്ടി എല്ലാവരും ഹുവല്ലദി അൽഹറൽ ജമീൽ വസതറ അലൽ ഖബീഹ്. അള്ളാഹു ഹുവല്ലദി അൽഹറൽ ജമീൽ, എല്ലാ ഭംഗിയായ കാര്യങ്ങളെയും വെളിവാക്കിയവൻ അള്ളാഹു ആകുന്നു. വസതറ അലൽ ഖബീഹ്, മോശമായ കാര്യങ്ങളെ മറച്ചു വെച്ചവൻ. അള്ളാഹുവിനെ ഹംദ് ചെല്ലാനും മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ആളുകൾ എടുത്തുപയോഗിക്കുന്ന ഒരു കോട്ട് ചെയ്യപ്പെടുന്ന വേർഡാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇസ്മിന്റെ ആദ്യ ഭാഗത്ത് എഴുതി വെച്ച് വല്ലദി അൽഹറൽ ജമീൽ വസതറ അലൽ ഖബീഹ്. എല്ലാ നല്ല കാര്യങ്ങളെയും വെളിവാക്കി എന്നാണ് അൽഹറൽ ജമീൽ എന്ന് പറഞ്ഞു. ഈ സത്തറ അൽ ഖബീഹ്, മോശമായ കാര്യങ്ങളെ മറച്ചു വെച്ചു. എന്നിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അത് തന്നെ 3 രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാ നല്ലതിനെയും വെളിവാക്കുകയും അതിനെ പുറം ഭാഗത്ത് കാണിക്കുകയും എന്നാൽ ചീത്ത കാര്യങ്ങളെ ഉള്ളിൽ മറച്ചു വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത്, ഒന്ന് ശരീരത്തിലെ മോശമായതെല്ലാം പുറമെയുള്ള ഭംഗി കൊണ്ട് മൂടി വെച്ചു. ശരീരത്തിന്റെ തന്നെ അള്ളാഹു നമുക്ക് ഏറ്റവും ഭംഗി നൽകിയത് എപ്പോഴും പുറത്ത് കാണപ്പെടുന്ന മുഖത്താണ്. എന്നാലോ മറ്റു ഭാഗങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ആദ്യം അള്ളാഹു തിന്മയായതെല്ലാം മറച്ചു വെക്കുകയും നല്ലതിനെ പ്രകടമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വർണ്ണിക്കുന്നത് അതാണ്. മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ അത് അള്ളാഹു ഓരോന്നും ഓരോ രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചത് എല്ലാവരും പുറത്ത് ഒരാൾ മറ്റൊരാളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള അവയവമായിരിക്കുന്ന മുഖം അള്ളാഹു ഭംഗി കൊണ്ടുപോയി വെച്ചതിലാണ്. നന്മയെ ഭംഗിയെ പുറത്ത് കാണിച്ചു. എന്നാലോ മറ്റു ഭാഗങ്ങളെയെല്ലാം മറച്ചു വെക്കുകയും ചെയ്തു. രണ്ടാമതാണ്, മനസ്സിൽ ഉദിച്ചു വരുന്ന ചിന്തകളെല്ലാം അള്ളാഹു മറച്ചു വെച്ചു. അത് അള്ളാഹു മറച്ചു വെക്കുന്നവനായതുകൊണ്ടാണ്, ഗഫാർ ആയതുകൊണ്ടാണ്. ഓരോ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഓരോ സമയങ്ങളിൽ ഉദിച്ചു വരുന്ന വ്യത്യസ്ത തരം ചിന്തകള്, പലതും ചെയ്യാനുള്ള, അതൊക്കെ ഒരിക്കലും ദീർഘമായ ചിന്തകളല്ല. അറബിയിൽ അതിന് ഉപയോഗിക്കാനുള്ള ഖവാത്തിറുകൾ എന്നാണ്. ഉദിച്ചു വരുന്ന കാര്യങ്ങൾ, ഒരു സമയത്ത് പിശാച് കൊണ്ടുവന്നിട്ട് പോകുന്ന ഓരോ സ്പാർക്കിങ്ങുകൾ, ഒരിക്കലും നാം ചെയ്യാത്ത തെറ്റുകൾ പോലും ഒരു സമയത്ത് ഒരു സ്പാർക്കായി ഹൃദയത്തിലൂടെ മിന്നി മറഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ മിന്നി മറഞ്ഞ് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ മിന്നി മറഞ്ഞു പോകുന്ന കാര്യങ്ങളെ അല്ലാഹു പുറം മറ്റൊരാൾക്ക് അറിയുന്ന വിധത്തിലാക്കിയിരുന്നുവെങ്കിൽ നമ്മളുടെ എല്ലാം രീതി ഇന്നിങ്ങനെയായിരിക്കുകയില്ല. നമ്മളെല്ലാം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന സമയത്ത്, ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് ഹൃദയത്തിൽ ഉദിച്ചു ഉയരുന്ന വാക്കുകൾ, പല ചിന്തകൾ ഉണ്ടായിരിക്കും. ഇവൻ എന്ത് വിഡ്ഢിത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്നത് എന്തോ ഒരു വിഡ്ഢിത്തരം, അല്ലെങ്കിൽ ഇത് പരിഹാസത്തിന്റെ പാത്രങ്ങൾ. പക്ഷെ മുഖത്തത് കാണിക്കാതെ, പുറത്തത് പ്രകടമാക്കാതെ നാം ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന, ഹൃദയത്തിൽ ഉദിച്ചു വരുന്ന ഒരുപാട് ചിന്തകൾ, ഈ ചിന്തകളെയെല്ലാം അള്ളാഹു മറച്ചു വെച്ചു. അത് അള്ളാഹു ഗഫാർ ആയതുകൊണ്ടാണ്. അതിനുശേഷം പക്വമായെടുക്കുന്ന തീരുമാനങ്ങൾ അവന്റെ അവയവങ്ങളിലൂടെ, വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പുറത്തു വരുന്ന സമയത്ത് അതാണ് മനുഷ്യർ കാണുന്നത്. മൂന്നാമത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വർണ്ണിക്കുന്നത് പാപങ്ങളെല്ലാം മറച്ചു വെക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവൻ. അതുമൊന്നാണ്, മനുഷ്യരെ വഷളാക്കാതെ, മനുഷ്യരെങ്ങാനും അത് ശ്രദ്ധിക്കാതെ പുറത്തു ചാടി എന്നുണ്ടെങ്കിൽ ആകെ വഷളായി പോകുന്ന പല തെറ്റുകളും അറിയാതെ സംഭവിച്ചു പോകാറുണ്ട്. അല്ലെങ്കിൽ ചിന്തിച്ച് തീരുമാനമെടുക്കാതെ ഒരു നൈമിഷികമായിരിക്കുന്ന രംഗങ്ങളിൽ പലതും സംഭവിച്ചു പോകാറുണ്ട്. പല തെറ്റുകളും നമസ്കാരം പുറത്തും മറന്നു പോകാറുണ്ട് പല ആളുകളും. പക്ഷെ അതെല്ലാം മറച്ചു വെക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യും. പുറത്തു കൊടുക്കുന്ന അന്ത്യനാളിൽ വരുന്ന സമയത്ത് അതിന്റെ പേരിൽ ശിക്ഷിക്കാതെ ശിക്ഷ ഒഴിവാക്കി അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഗഫാർ, പുറത്തു കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം വരുന്നത് മറച്ചു വെക്കുന്നവൻ. ഭംഗിയായതിനെ വെളിവാക്കുകയും മോശമായതിനെ മറച്ചു വെക്കുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 രീതിയിൽ വിശദീകരിക്കുകയാണ്. അള്ളാഹു ഗഫാർ ആയതുകൊണ്ട് ശരീരത്തിന്റെ ഭംഗിയുള്ളതെല്ലാം പുറത്തുവാക്കുകയും ബാക്കിയുള്ളതെല്ലാം മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ സമയത്ത് മനസ്സിൽ ഉദിച്ചു വരുന്ന ചിന്തകളെല്ലാം അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു ഗഫാർ ആയതുകൊണ്ടാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പാപങ്ങളെല്ലാം മറച്ചു വെക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു ഓരോ ആളുകളുടെയും രഹസ്യങ്ങളെ പരസ്യങ്ങളാക്കി വിട്ടിരുന്നുവെങ്കിൽ,
അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സമയത്ത് ചെയ്തു പോകുന്ന അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം സമൂഹത്തിന്റെ ഇടയിൽ വ്യാപിച്ചു പോയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അഭിമാനത്തിന്റെ അവസ്ഥ? ഒരാൾക്കും നല്ല അഭിമാനമില്ല, ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമായി. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മൂന്നാമതെടുത്ത് പറഞ്ഞ അള്ളാഹു ഗഫാറാകുന്നു എന്ന് പറഞ്ഞ സമയത്ത് പാപങ്ങളെല്ലാം മറച്ചു വെക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മറപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നു. ഇനി ഈ ഇസ്മുകളെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമേ പറയാനുള്ളത് മനുഷ്യന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണ്. ഒരു ഇസ്മാണ്, അള്ളാഹുവിന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു വിശേഷണമാണ് ഗഫാർ എന്നുള്ളത്. സൂറത്തുൻ നിസായിലെ 110-ാമത്തെ ആയത്തുണ്ട്, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറൻ റഹീമ. വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും വല്ല തിന്മയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഔ യദ്ലിം നഫ്സഹു, അല്ലെങ്കിൽ തന്റെ സ്വശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്ത വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, വല്ല തെറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ, വല്ല ചീത്ത പ്രവൃത്തിയും ഒരാളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ, സുമ്മ യസ്തഗ്ഫിരില്ലാഹ, എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കഴിഞ്ഞാൽ, യജിദില്ലാഹ, അള്ളാഹുവിന് നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ് ഗഫൂറൻ, പുറത്തു തരുന്നവനായിട്ട്, റഹീമൻ, നിങ്ങളോട് കരുണ കാണിക്കുന്നവനായിട്ട്. വല്ലാത്ത പ്രതീക്ഷ നൽകുന്നത്. അള്ളാഹു തുറന്നെ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചീത്ത പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് ശരീരം പ്രതിക്കൂട്ടിലാകുന്ന വല്ല അക്രമ പ്രവർത്തനങ്ങളും ശരീരത്തിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ, എന്നിട്ട് എന്ത് ചെയ്യണം? സുമയസ്തഗ്ഫിരില്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ്. യജിദില്ലാഹ ഗഫൂറൻ റഹീമ, അള്ളാഹുവിൽ എത്തിക്കുന്നതാണ് ഗഫൂറൻ, പുറത്തു തരുന്നവനായിട്ട്, റഹീമൻ, കരുണ കാണിക്കുന്നവനായിട്ട് എന്ന്. ഈ പുറത്തു തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ ഈ ഒരു വിശേഷണം വല്ലാത്ത പ്രതീക്ഷ നൽകുന്നതാണ്. അറിയാതെ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ, അത് സംഭവിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്, വളരെ സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായത് സംഭവിച്ചു പോകുന്ന സമയത്ത് അല്ലാഹു ഗഫൂറാകുന്നു, പുറത്തു തരുന്നവനാകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ, അത് നമ്മളിലെ കടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയായിരിക്കണം. ഇനി നമ്മളുടെ ഈ ചർച്ചയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് മനുഷ്യരുടെയും അള്ളാഹുവിന്റെയും 3 വിശേഷണങ്ങളെ ചർച്ചക്കെടുക്കുന്നുണ്ട്. ഈ ഇസ്മ ചർച്ചക്കെടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഈ നാമം ചർച്ചക്കെടുക്കുന്ന ഗ്രന്ഥങ്ങൾ, അള്ളാഹുവിനെ ഗാഫിർ, പുറത്തു തരുന്നവൻ, ഗഫൂർ, കൂടുതൽ പുറത്തു തരുന്നവൻ, ഗഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പുറത്തു തരുന്നവൻ, ഈ 3 വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരെ കുറിച്ചോ ലാലിം ഒരായത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ വിശദമായിട്ട് എടുത്തു വെക്കാം. ലലൂമും ലല്ലാമും പോലത്തെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. മനുഷ്യർ ചില തെറ്റുകൾ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന സമയത്ത് ലാലിമുൽ നഫ്സിഹി, അവൻ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ ലലൂമാകുന്നു, ലഹുലൂമുൻ ജഹൂലുമാകുന്നു എന്നാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ വിശേഷണങ്ങൾ. അതായത് ഇത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ പ്രത്യേകത, സവിശേഷത, അള്ളാഹു പുറത്തു തരുന്നവനാകുന്നു, ഗാഫിറും ഗഫൂറും ഗഫാറുമാകുന്നു. അതേസമയം നമ്മളോ, മനുഷ്യരോ ലാലിം, നമ്മളുടെ അടുക്കൽ നിന്ന് ഇടയ്ക്ക് തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ലാലിമാണ് എന്ന് വന്നിട്ടുണ്ട്, ലലൂമാണ് എന്ന് വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് അള്ളാഹു ലല്ലാം അല്ല എന്ന് മനുഷ്യരെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു അർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് ലല്ലാമാകുന്നു എന്നുള്ളത് കിട്ടുന്നുണ്ട്. ഇനി ഈ വിശേഷണങ്ങൾ തന്നെ പണ്ഡിതന്മാർ ചെടുക്കുന്ന സമയത്ത് ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിലും രണ്ട് രീതിയിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് കണക്കുകളില്ല, എന്നാൽ മനുഷ്യരുടെ അക്രമങ്ങൾക്ക് അതിരുകളുണ്ട്. ഒരാൾ മാക്സിമം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന 60-70 വയസ്സ് വരെ തെറ്റ് ചെയ്യാൻ സാധിക്കുകയും, ഒരാൾ മാക്സിമം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു നൽകിയ പരിധികൾക്കുള്ളിലെ തെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ബാബ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അത് വിശാലമാണ്. മഗ്ഫിറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വാത്തോരാതെ സംസാരിക്കാവുന്ന രീതിയിലുള്ള ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ്,
എത്രയോ ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ പകൽ ചെയ്ത വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ഞാൻ പുറത്തു തരാം, നിങ്ങൾ പൊറുക്കലിന് ചോദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിന് തയ്യാറായിരിക്കും എന്ന് പറയുന്ന ഹദീസുകൾ. പരിശുദ്ധ റമദാൻ മാസം 30 ദിവസവും അള്ളാഹു മഗ്ഫിറത്ത് നൽകും എന്ന് പറയുന്നത്. ഗഫൂർ എന്നുള്ളത് വിശാലമായി കിടക്കുകയാണ്. അള്ളാഹു ഗാഫിറും ഗഫൂറും ഗഫാറുമായി കിടക്കുകയാണ്. അത് ഒരാൾക്കല്ല, എത്രയോ ആളുകൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മനുഷ്യരുടെ ദുൽമകൾ, പരിധികളുണ്ട്. മനുഷ്യർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പരിധികളുണ്ട് എന്ന വ്യത്യാസമുണ്ട്. ഇനി അള്ളാഹു ഓരോ ആയത്തുകളിലൂടെയും ഗാഫിറിനെ സൂചിപ്പിച്ച, ഗഫൂറിനെ സൂചിപ്പിച്ച, ഗഫാറിനെ സൂചിപ്പിച്ച ആയത്തുകളിലൂടെ, അതുപോലെ മനുഷ്യരെ കുറിച്ച് ലാലിമും ലലൂമും ലല്ലാമുമാണ് എന്ന് പറഞ്ഞ ആയത്തുകളിലൂടെ ഒന്ന് പോയി നോക്കാം. ആദ്യമായ ഗാഫിർ, സൂറത്തു ഗാഫിറിലെ 3-ാമത്തെ ആയത്ത്, ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ഗാഫിരി ദംബി, അല്ലാഹു പാപങ്ങളെ പൊറുത്തു തരുന്നവനാകുന്നു. അത് തന്നെയാണ് അല്ലാഹു ഗാഫിർ ആകുന്നു എന്നുള്ള ഇസ്മിനെ കുറിച്ച് പറയാനുള്ളത്. ഗാഫിരി ദംബി, ദംബ് ദോഷങ്ങളെ പൊറുത്തു തരുന്നവനാണ്. വഖാബിലി തൗബി, തൗബയെ സ്വീകരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണമാണ് അള്ളാഹു ഗാഫിർ ആകുന്നു, പുറത്തു തരുന്നവനാണ്. ഗാഫിരി ദംബ്, ദംബ് എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ, ദോഷങ്ങളെ പുറത്തു തരുന്നവനാണ്. വഖാബിലി തൗബി, തൗബ സ്വീകരിക്കുന്നവൻ. അപ്പൊ അള്ളാഹുവേ എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു പോയി, പുറത്തു തരണമേ എന്ന് ചോദിക്കുന്ന സമയത്ത് പുറത്തു തരുന്നവനാണ്. വഖാബിലി തൗബി, അള്ളാഹുവേ തെറ്റ് സംഭവിച്ചു പോയി, ഇനി ഞാൻ ചെയ്യുകയില്ല, എൻ്റെ തൗബയെ സ്വീകരിക്കണേ എന്ന് പറയുന്ന സമയത്ത് തൗബയെ സ്വീകരിക്കുന്നവനുമാണ്. എന്നാലോ ശദീദിൽ ഇഖാബ്, അവിടെ തന്നെ നോക്കി, ശദീദിൽ ഇഖാബ്, ശക്തമായി ശിക്ഷിക്കുന്നവനുമാകും. ശക്തമായി ശിക്ഷിക്കുന്നവൻ എന്ന് പറയുന്ന നരകത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ആയത്തുകളും അതുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഹദീസുകളിലേക്ക് ഒന്ന് പോയാൽ അറിയാം, ശദീദിൽ ഇഖാബ്, ശക്തിയായി ശിക്ഷിക്കുന്നവനാണ്. വിശാലമായി അങ്ങ് കടന്നു പോകുന്നില്ല. അള്ളാഹു നരകത്തിൽ ഒരുക്കി വെച്ച ഓരോ ശിക്ഷകളുടെ രൂപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് കേട്ടാൽ അറിയാം, ശദീദിൽ ഇഖാബ്, ശക്തിയായി ശിക്ഷിക്കുന്നവനാണ്. ഇതാണ് ഗാഫിർ. അല്ലാഹു ഗാഫിരി ദംബി, സൂറത്ത് ഗാഫിറിലെ 3-ാമത്തെ ആയത്ത്. ഗാഫിർ എന്ന് പറഞ്ഞാൽ പുറത്തു തരുന്നവൻ, സൂറത്തിന് തന്നെ പേരതാണ്. ഗാഫിർ ദംബ്, പാപം പുറത്തു തരുന്നവൻ, ഗാഫിരി ദംബ്. ഇനി അടുത്ത ആയത്ത് ഗഫൂർ. ഗഫൂർ എന്നുള്ളത് ഒരുപാട് ആയത്തുകൾ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ 2 എണ്ണമാണ് എടുത്തു പിടിച്ചിട്ടുള്ളത്. വറബ്ബുക്കൽ ഗഫൂർ, വറബ്ബുക, നിന്റെ രക്ഷിതാവ്, അൽ ഗഫൂർ, പുറത്തു തരുന്നവനാകുന്നു. ദുർറഹ്മതി, കരുണ ചെയ്യുന്നവനുമാകും. വറബ്ബുക്കൽ ഗഫൂർ, വറബ്ബുക, നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന അല്ലാഹു, അൽ ഗഫൂർ, പുറത്തു തരുന്നവനാകും. അതാണ് ഗഫൂർ എന്നുള്ള ഇസ്മ. ദുർറഹ്മതി, കരുണയുള്ളവനുമാകുന്നു. പലപ്പോഴും മഗ്ഫിറത്തിന്റെ കൂടെ മർഹമത്ത്, പുറത്തു തരിക എന്നുള്ളത് അള്ളാഹുവിന്റെ കരുണയുടെ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ കരുണയുടെ ഒരു ഭാഗമായി വരുന്നത് കൊണ്ട് തന്നെ ആ മഗ്ഫിറത്തിന്റെ കൂടെ റഹ്മത്തിനെയും എടുത്തു പറയാറുണ്ട്. അതാണ് ഗഫൂറുൻ റഹീമ എന്നൊക്കെ ഒപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതി പോകാറുണ്ട്, വറബ്ബുക്കൽ ഗഫൂർ ദുർറഹ്മ, നിങ്ങളുടെ രക്ഷിതാവ് അൽ ഗഫൂർ, പുറത്തു തരുന്നവനാകുന്നു. ദുർറഹ്മതി, കരുണ ചെയ്യുന്നവനുമാകുന്നു. എന്നിട്ട് പറയാം, ലൗ യുആഖിദുഹും ബിമാ കസബു, മനുഷ്യർ ചെയ്യുന്ന തെറ്റിന് അവരെ നാം ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ, ലഅജ്ജല ലഹുമുൽ അദാബ്, അവർക്ക് നാം ശിക്ഷയെ വേഗത്തിൽ നൽകുമായിരുന്നു. നമുക്ക് ചെയ്യുന്ന ഓരോരോ തിന്മകൾക്ക് അള്ളാഹു ഉടനെ തന്നെ അതിന്റെ ശിക്ഷ ഇറക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിന്റെ ശിക്ഷയെ വേഗത്തിൽ തന്നെ തരികയാണ് എന്നുണ്ടെങ്കിൽ, അള്ളാഹു ആ ശിക്ഷ ഇറക്കി നാം എന്ന് ജീവിക്കാത്ത രീതിയിൽ ചില സമൂഹങ്ങൾക്കൊക്കെ പെട്ടെന്ന് ശിക്ഷ ഇറങ്ങിയതുപോലെ പോവുമായിരുന്നു. അള്ളാഹു ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ബിമാ കസബു, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പകരമായിട്ട്, ലഅജ്ജല ലഹും, അവർക്ക് വേഗം നൽകുമായിരുന്നു അൽ അദാബ, ശിക്ഷയെ. ബൽ ലഹും മൗഇദ്, എന്നാലോ ശിക്ഷിക്കുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ലഹും മൗഇദ്, അതിനൊരു സമയമുണ്ട്. അത് സൂറത്തുൽ കഹ്ഫിലാണ് എന്നുണ്ടെങ്കിൽ, വസമാഇ ദാത്തിൽ ബുറൂജ് എന്നുള്ള സൂറത്തുൽ ബുറൂജിലും അല്ലാഹു വഹുവൽ ഗഫൂറുൽ വദൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഗഫൂർ, പുറത്തു തരുന്നവനാകുന്നു, അൽ വദൂദ്, സ്നേഹമുള്ളവനാകുന്നു എന്ന് പറയുന്നു. അവിടെയും അൽ ഗഫൂർ എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. ഇനി ഗഫാർ എന്നുള്ള അല്ലാഹു ഉപയോഗിച്ച ആയത്തുകളിലേക്കൊന്ന് പോവാം. 2 ആയത്തുകളാണ് അതിലും ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇന്നി ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദ.
അള്ളാഹു പറയുന്നത് ഇന്നി തീർച്ചയായിട്ടും ഞാൻ ലഗഫാറുൻ പുറത്തു തരുന്നവനാകുന്നു ലിമൻ താബ തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾക്ക് ആമന വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് വഅമില സ്വാലിഹൻ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമല്ല വഅമില സ്വാലിഹൻ എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് സുമഹ്തദ എന്നിട്ട് സന്മാർഗത്തിലൂടെ ജീവിച്ചു പോവുകയും ചെയ്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ പുറത്തു കൊടുക്കുന്നവനാകുന്നു. അള്ളാഹു ഗഫാർ ആകുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ഈ ആയത്തിൽ. സൂറത്ത് ത്വാഹയിലെ 82-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രഖ്യാപിക്കുക ഇന്നി തീർച്ചയായിട്ടും ഞാൻ ലഗഫാറുൻ പുറത്തു തരുന്നവനാകുന്നു, നന്നായി പുറത്തു തരുന്നവനാകും. അള്ളാഹു ഗഫാർ ആകുന്നു ആർക്ക്? ലിമൻ താബ. അവിടെയാണ് തൗബ ചെയ്ത് മടങ്ങണം. നമ്മളിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവെ സംഭവിച്ചു പോയി, എന്റെ തൗബയെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം. ആമന വിശ്വസിക്കുകയും അമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സുമഹ്തദ സന്മാർഗത്തിലായ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഗഫാറുൻ തീർച്ചയായിട്ടും ഞാൻ നന്നായി പുറത്തു തരുന്നവനാകുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഗാഫിറും ഗഫൂറും ഗഫാറുമാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ഗഫാർ എന്ന് പറഞ്ഞ് നന്നായി പുറത്തു തരുന്നു. ഇത് സൂറത്ത് ത്വാഹയിലാണ് എന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു സൂറത്ത് നൂഹിലുള്ളതായിട്ട് അള്ളാഹു പറയാണ് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. ഇന്നഹു തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന ഗഫാറ പുറത്തു തരുന്നവനായിരിക്കുന്നു, നന്നായി പുറത്തു തരുന്നവനാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നൽകുന്ന അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങളെ എണ്ണി പറയുകയാണ് ഈ ആയത്തിൽ. ഒന്നാമത്തത് എന്താണ്? അള്ളാഹു ഗഫാർ ആകുന്നു, നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരുന്നവനാണ്. 2 പിന്നെ വയുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ നിങ്ങൾക്ക് ധാരാളമായി മഴയെ വർഷിപ്പിച്ചു തരുന്നതാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ. വയുംദിദുക്കും ബിഅംവാലിൻ നിങ്ങളുടെ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വബനീന സന്താനങ്ങളെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ നിങ്ങൾക്ക് അരുവികളും തോടുകളും പുഴകളും തോട്ടങ്ങളും അള്ളാഹു നൽകുന്നതാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നതാണ്. അതിന് എന്താ വേണ്ടത്? അള്ളാഹു ഗഫൂർ പുറത്തു തരും. അത് ഇസ്തിഗ്ഫാർ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചോദിക്കണം. അള്ളാഹു എനിക്ക് പുറത്തു തരണമേ എന്ന് ചോദിക്കണം. ഇസ്തിഗ്ഫാറിനെ ചോദിക്കൽ എന്നുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ഗഫൂറായ അള്ളാഹു പുറത്തു തരുന്നതാണ്. പുറത്തു തരിക എന്നുള്ളത് മാത്രമല്ല, ഭൗതികമായിട്ട് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരികയും എല്ലാവിധ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതാണ്. ഇനി ഇത് മൂന്നും അള്ളാഹു ഇനിയും ആയത്തുകളുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് മാത്രമാണ് ഞാൻ ഈ സമയത്ത് 1 മണിക്കൂറിന്റെ ഉള്ളിൽ കവർ ചെയ്യാവുന്നത് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു ഗാഫിറാണ് എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞു സൂറത്ത് ഗാഫിറിൽ തന്നെ 3-ാമത്തെ ആയത്ത്. പിന്നെ ഗഫൂർ ആകുന്നു എന്നുള്ളത് സൂറത്തുൽ കഹ്ഫിലെയും സൂറത്തുൽ ബുറൂജിലെയും ആയത്തുകൾ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. ഗഫാർ ആകുന്നു എന്ന് സൂറത്ത് താഹയിലെയും സൂറത്ത് നൂഹിലെയും ആയത്തുകൾ എടുത്തു വെച്ച് പറഞ്ഞു. ഇനി അള്ളാഹു മനുഷ്യരെ കുറിച്ച് പറയുന്നിടത്തോ അവിടെയും ഇതേ രീതിയിൽ 3 വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് സൂറത്ത് ഫാത്തിറിലുള്ള ആയത്താണ് ഞാൻ എടുത്തു വെക്കുന്നത്. സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന ഇസ്തഫൈന മിൻ ഇബാദിന ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. ഗ്രന്ഥങ്ങൾ നൽകി, അതും നമ്മുടെ അടിമകളിൽ നാം തെരഞ്ഞെടുത്ത ആളുകളിൽ നിന്ന് ഗ്രന്ഥങ്ങൾ നൽകി സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. ആ ആളുകളുടെ ഇടയിൽ ഫമിൻഹും ജനങ്ങൾക്കിടയിലുണ്ട് ലാലിമുൽ ലിനഫ്സിഹി സ്വന്തത്തോട് തെറ്റ് ചെയ്യുന്ന അക്രമം പ്രവർത്തിക്കുന്നവൻ. കാരണം നാം ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന് വല്ല നഷ്ടവും സംഭവിക്കുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് ആരോടാണ് ദുൽമ ചെയ്യുന്നത്? എന്റെ ശരീരത്തോടാണ്.
ഈ ശരീരമാണ് ഖബറിലും ശിക്ഷ ഏൽക്കേണ്ടി വരുന്നത്. ഈ ശരീരമാണ് നാളെ നരകത്തിലും ശിക്ഷ ഏൽക്കേണ്ടി വരുന്നത്. അതിനിടയിൽ മറ്റു ശിക്ഷകളും ഏൽക്കേണ്ടി വരുന്നത് ഈ ശരീരമാണ്. ഒരു പാപം ചെയ്യുന്നതോടുകൂടെ ഞാൻ ആരോടാണ് അക്രമം കാണിക്കുന്നതാണ്? അള്ളാഹുവിനോടല്ല, പകരം എൻ്റെ ശരീരത്തോടാണ് ഞാൻ അക്രമം കാണിക്കുന്നത്. എൻ്റെ ശരീരത്തെ നരകത്തിൽ കൊണ്ടുപോയിടാനുള്ള നരകത്തിലെ വിറകാക്കി മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ലാലിമുൽ നഫ്സിഹി, സ്വന്തത്തോട് അക്രമം കാണിക്കുന്നവൻ. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഗാഫിറുൽ ദംബ് എന്നാണ്, പാപങ്ങളെ പുറത്തു കൊടുക്കുന്നവൻ. മനുഷ്യരെ കുറിച്ച് പറയുന്നത് ഫമിൻഹും ലാലിമുൽ നഫ്സിഹി, സ്വന്തത്തോട് അക്രമം കാണിക്കുന്നവരുണ്ട്. ഒമിൻഹും മുഖ്തസിദുൻ, എന്നാലേ അതില് ഒരു മാധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. വല്ലാതെ അതിക്രമിച്ചു പോവുകയില്ല, എന്നാൽ വേഗം വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യാത്ത. ഒമിൻഹും സാബിക്കും ബിൽ ഖൈറാത്ത്, എന്നാൽ നന്മകളിലേക്ക് വേഗത്തിൽ ചെല്ലുന്ന ആളുകളുണ്ട്. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി വന്ന സമയത്ത് വേഗത്തിൽ വിശ്വസിച്ചു. ബാക്കിയുള്ള ആളുകളെല്ലാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് സാബിക്കും ബിൽ ഖൈറാത്ത്, നന്മയിലേക്ക് മുന്നോട്ട് പോകുന്ന ആളുകൾ. ഇതിപ്പോ മനുഷ്യരുടെ ഒരു വിശേഷണമാണ് ലാലിമുൽ നഫ്സിഹി, സ്വന്തത്തോട് അക്രമം കാണിക്കുന്ന ലാലിമാണ് എന്നുള്ളത്. എന്നാലോ സൂറത്തുൽ അഹ്സാബിൽ ദൃഢമായ ആയത്ത് പൂർണ്ണമായി ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഇന്നാ അർദനൽ അമാന, അമാനത്തിനെ ഞാൻ വെളിവാക്കി. മനുഷ്യരോട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അത് മറ്റുള്ളവരെല്ലാം വിസമ്മതിച്ച സമയത്ത് ഉത്തരവാദിത്യം മനുഷ്യൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന ആയത്ത് അവസാനം കൊണ്ടുപോയി അവസാനിക്കുന്നത് അന്നഹു കാന ലലൂമൻ ജഹൂല, മനുഷ്യൻ ലലൂമാകുന്നു. ലാലിമ് എന്നുള്ളത് കൂടുതൽ ദുൽമ ചെയ്യുന്നവൻ, അക്രമം കാണിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ലലൂം, കൂടുതൽ അക്രമം കാണിക്കുന്നവൻ. അന്നഹു മനുഷ്യർ ലലൂമാണ്, കൂടുതൽ അക്രമം കാണിക്കുന്നത്, സ്വന്തത്തോട് അക്രമം കാണിക്കുന്നവർ എന്നർത്ഥം. ജഹൂലൻ, വിഡ്ഢികളുമാകുന്നു എന്ന് സൂറത്തുൽ അഹ്സാബ്. മറ്റൊരായത്തിൽ അത് സൂറത്തുൽ ഫുസ്സിലത്ത്, അവിടെ ഇവിടെ ലാലിമും ലലൂമും ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ലല്ലാം എന്ന് ഉപയോഗിക്കുന്നുണ്ട്. മൻ അമില സ്വാലിഹൻ, ആയത്തിൽ തുടങ്ങുന്നതാണ് ഒരാളെ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫലിനഫ്സിഹി, അത് അവന്റെ ശരീരത്തിനുള്ളതാണ്. നാം ഒരുപാട് നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന് ഒരു എന്തെങ്കിലും വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾക്കാണ് വർധനവ് വരുന്നത്. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സ്, നമ്മൾ എല്ലാ ദിവസവും നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ഓരോ ദിവസവും എന്തെങ്കിലും ദാനധർമ്മം കൊടുക്കുകയും കഴിയുന്നത് പോലെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഫലിനഫ്സി, അത് നമ്മളുടെ ശരീരത്തിനാണ് അതിന്റെ ലാഭം വരുന്നത്, ഗുണം വരുന്നത്. ഒമൻ അസ, എന്നാലോ ഞാൻ വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാലോ ഫഅലൈഹ, അത് എന്റെ ശരീരത്തിനാണ് അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. മറ്റ് അള്ളാഹുവിന് അതുകൊണ്ട് ഒരു കുറവും സംഭവിക്കുന്നില്ല. ഞാൻ എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ ചെയ്തു പറഞ്ഞോ, അള്ളാഹുവിന്റെ അലമത്തിന്, അള്ളാഹുവിന്റെ മഹത്വത്തിന്, അള്ളാഹുവിന്റെ അധികാരത്തിന് അതൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. എന്നിട്ട് പറയാൻ ഒമൻ അസ, തെറ്റ് ചെയ്ത് കഴിഞ്ഞ ഫഅലൈഹ, അത് അതിന്റെ പ്രശ്നങ്ങൾ, അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങളുടെ ശരീരങ്ങൾ തന്നെയാണ്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, വമാ റബ്ബുക, രക്ഷിതാവല്ല, ബിളല്ലാമിൻ, അക്രമം കാണിക്കുന്നവനല്ല, ലിൽ അബീദ്, അടിമകളോട്, മനുഷ്യരോട്, അടിമകളായിരിക്കുന്ന മനുഷ്യരോട് അക്രമം കാണിക്കാത്തവരാണ്. അപ്പോ അവിടെ അള്ളാഹു ലല്ലാമല്ല എന്ന് പറയുന്നിടത്ത് നേരെ മനുഷ്യരെ കുറിച്ച് പറയുന്ന മനുഷ്യര് ലല്ലാമാകുന്നു എന്നുള്ളൊരു സൂചന അവിടെ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ എടുത്തു വെക്കാണ്. അപ്പൊ മനുഷ്യരെ കുറിച്ച് പറയുന്നത് ലാലിമും ലലൂമും ലല്ലാമും എന്നാണ്. അക്രമം, സ്വന്തത്തോട് അക്രമം കാണിക്കുന്നവൻ, നന്നായി സ്വന്തത്തോട് അക്രമം കാണിക്കുന്നവൻ, കൂടുതലായി സ്വന്തത്തോട് അക്രമം കാണിക്കുന്നവൻ എന്നുള്ള പദപ്രയോഗം. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹു ഗാഫിർ, പുറത്തു തരുന്നവൻ, ഗഫാർ, നന്നായി പുറത്തു തരുന്നവൻ, ഗഫൂർ, കൂടുതൽ പുറത്തു തരുന്നവൻ എന്നുള്ളത് ഉള്ള വിശേഷണങ്ങളാണ്. രണ്ട് രീതിയിൽ കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചത്. ഇനി വീണ്ടും ഈ നമ്മൾ ഗഫൂർ എന്നുള്ള ഇസ്മിന്റെ ചർച്ചകളിലേക്ക് പോകുന്ന സമയത്ത് പറയാനുള്ളത്, മനുഷ്യനൊരിക്കലും നിരാശനായി പോകരുത്. അള്ളാഹു ഗാഫിറാകുന്നു എന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരുന്നവനാകുന്നു എന്നുള്ള ഒരു വിശേഷണം അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം നിരാശനാവരുത്. അള്ളാഹു തന്നെ സൂറത്തു സുമറിലൂടെ 53-ാമത്തെ ആയത്തിലൂടെ പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അക്രമം ധാരാളമായി പ്രവർത്തിച്ചിരിക്കുന്ന അടിമകളെ, യാ ഇബാദി, അടിമകളെ എന്ന് വിളിക്കാണ്. സ്വന്തത്തോട് തെറ്റ് ചെയ്തു പോയിരിക്കുന്ന അടിമകളെ,
പല പല തെറ്റുകൾ ചെയ്തു പോയിരിക്കുന്ന അടിമകൾ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിരാശനായി പോകരുത് എന്ന്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ, അതിനുള്ള കാരണം പറയുന്നത് നോക്കി, അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് വെച്ചത്. ഇന്നല്ലാഹ, കാരണം അല്ലാഹു തആല യഗ്ഫിറു ദുനൂബ, എന്ത് പാപങ്ങൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പുറത്തു തരുന്നവനാകും. യഗ്ഫിറു ദുനൂബ, അല്ലാഹു ഗഫാറാകുന്നു എന്ന. യഗ്ഫിറു ദുനൂബ, പാപങ്ങളെ പുറത്തു തരുന്നവനാകുന്നു. ജമീഅൻ, പൂർണ്ണമായിട്ട് എല്ലാവിധ പാപങ്ങളെയും പുറത്തു തരുന്നവനാകും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവിടെയും കൊണ്ട് അവസാനിപ്പിച്ചു നോക്കി. യഗ്ഫിറു ദുനൂബ, നിങ്ങൾ പാപങ്ങളെ പുറത്തു തരുമെന്ന് പറഞ്ഞോളൂ. ഇന്നഹു, കാരണം തീർച്ചയായിട്ടും അല്ലാഹു ഹുവൽ ഗഫൂർ, അല്ലാഹു പുറത്തു തരുന്നവനാകുന്നു. അർ റഹീം, കരുണ കാണിക്കുന്നവനുമാകുന്നു. അല്ലാഹു പുറത്തു തരുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയി എന്നുള്ള കാരണത്താൽ ഒരിക്കലും നിരാശയായി പോകരുത്. പല പല തെറ്റുകൾ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിൽ സംഭവിച്ചു പോകുന്ന പല പല തെറ്റുകൾ ചെയ്തു പോയി, ഇനി എനിക്കൊരിക്കലും സ്വർഗം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള ചിന്ത ഒരു നിമിഷം പോലും നമ്മളുടെ ഹൃദയത്തിലേക്ക് വരരുത്. എന്തെല്ലാം പാപങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്നുണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം തെറ്റുകൾ നിങ്ങളുടെ അടുക്കൽ നിന്നുണ്ടായിട്ടുണ്ടോ, അതെല്ലാം പുറത്തു തരുന്നവനാകുന്നു. യഗ്ഫിറു ദുനൂബ ജമീഅൻ, പരിപൂർണമായ എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാകുന്നു. എന്നിട്ട് പറയാണ്, ഇന്നഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല ഹുവൽ ഗഫൂർ, അല്ലാഹു പുറത്തു തരുന്നവനാകുന്നു. അർ റഹീമു, കരുണ കാണിക്കുന്നവനാകുന്നു. സൂറത്തു സുമർ, ഈ ആയത്ത് തന്നെ പഠിച്ചു വെക്കണം. ഒരു കാലത്ത് ജീവിതത്തിന്റെ സമയങ്ങളിൽ ഓരോ രീതിയിൽ ജീവിച്ചു പോയിരുന്ന ആളുകൾ ഇത് കേൾക്കുന്ന സമയത്ത് സമാധാനത്തിലാകണം. അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ്, അല്ലാഹു ഗഫാറാകുന്നു. അല്ലാഹു ഗാഫിറു ദംബ് മാത്രമല്ല, ഗഫാറും ഗഫൂറുമാകുന്നു. അത് കൂടുതൽ കൂടുതൽ പുറത്തു തരുന്നവനാകുന്നു. ഏതെല്ലാം തരത്തിലുള്ള തെറ്റുകൾ, ഏതെല്ലാം രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ, ഏതെല്ലാം അളവിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ, ഇതെല്ലാം അല്ലാഹു പുറത്തു തരുന്നവനാകുന്നു. ഗഫൂറും ഗഫാറുമാകുന്നു എന്നാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, കരുണ കാണിക്കുന്നവനും പുറത്തു തരുന്നവനുമാകുന്നു. ഇനി ഇത് പഠിച്ചു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അള്ളാഹു പുറത്തു തരുന്നവനാണ് എന്നുണ്ടെങ്കിൽ, അള്ളാഹു മറച്ചു വെക്കുന്നവനും അത് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരുന്നവനുമാണ് എന്നുണ്ടെങ്കിൽ, ആ സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവേണ്ടത്? മറ്റുള്ളവരുടെ പാപങ്ങള് മറക്കുകയും പൊറുക്കുകയും ചെയ്യണം. അറിയാതെ നമ്മളുടെ അയൽവാസിയുടെ അല്ലെങ്കിൽ ഒപ്പം ജീവിക്കുന്നവരുടെ ഏതെങ്കിലും ന്യൂനതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നിമിഷം ഒരു തെറ്റ് സംഭവിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ 40 വർഷത്തെ 50 വർഷത്തെ 60 വർഷത്തെ ജീവിതത്തിൽ ഒരു തവണയെ ആ ഒരു തെറ്റിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ നാം അത് അറിയുകയും പരസ്യപ്പെടുത്തുകയും ചെയ്ത് പിന്നീട് അതിനുശേഷമുള്ള അയാളുടെ ഏതൊരു വർത്തമാനങ്ങൾ അല്ലെങ്കിൽ അയാളുടെമായി ബന്ധപ്പെട്ടത് ചർച്ച വരുന്ന സമയത്ത് ഈ ഒരു പാപത്തിന് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അയാൾ ആ തെറ്റ് ചെയ്ത വ്യക്തിയാണ്, ആ കളവ് നടത്തിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ പിടിക്കപ്പെട്ട ആളാണ് എന്നുള്ള ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. കാരണം അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. ഒരു നിമിഷം മോഷണം നടന്നു എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. പിന്നെന്തിന് നാം അത് അയാളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അയാൾ മോഷ്ടാവാണെന്ന് പറഞ്ഞു നടക്കണം? ഒരു സമയത്ത് മദ്യം ഉപയോഗിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ചെറുപ്രായത്തിലൊക്കെ ഒരു ലഹരിയുടെ അഡിക്റ്റായി കുറഞ്ഞ സമയത്ത് ആ പേരിൽ അറിയപ്പെട്ടു. പിന്നീട് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ 60ഉം 70ഉം വയസ്സാകുന്ന സമയത്തും ആ വ്യക്തിയെ എനിക്കറിയാം, അദ്ദേഹം പണ്ട് ചെറുപ്പത്തില് ലഹരിക്ക് അടിമപ്പെട്ട് പോലീസ് പിടിച്ച ആളാണ് എന്ന് പറയാറുണ്ട്. മറക്കണം, പൊറുക്കണം. ഒരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. ഇനി പുറത്തില്ലെങ്കിൽ അവനും അള്ളാഹുമായിട്ടാവും. നമ്മൾ ആ വിശേഷണം എടുത്തണിയുന്ന സമയത്ത് ഒരാളുടെയും പാപങ്ങൾ, രഹസ്യങ്ങൾ, പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അത് നമ്മളുടെ മനസ്സിൽ നിന്ന് തന്നെ മറന്നു കളയണം, പുറത്തു കൊടുക്കണം എന്നാണ്. അതായത് പരസ്യപ്പെടുത്തരുത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടി ഞാൻ അതിനോട് ചേർത്ത് വെക്കുകയാണ്. മൻ സതറ അലാ മുഅ്മിനിൻ ഔറതഹു, ഒരു വിശ്വാസിയുടെ രഹസ്യമായ കാര്യങ്ങളെ ഒരാൾ മറച്ചു വെച്ചു കഴിഞ്ഞാൽ സതറല്ലാഹു തആല അലൈഹി ഔറതഹു യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ വരുന്ന സമയത്ത് ഇയാളുടെ പുറത്തു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പുറത്തറിയാൻ ലജ്ജിക്കുന്ന ഒരു കാര്യം അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. മൻ സതറ അലാ മുഅ്മിനിൻ, ഒരു വിശ്വാസിയുടെ രഹസ്യം നാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ,
അന്ത്യനാളിൽ വരുന്ന സമയത്ത് അള്ളാഹു ഇവന്റെ രഹസ്യത്തെ സൂക്ഷിക്കുന്നതാണ്, പരസ്യപ്പെടുത്തുകയില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കുകയില്ല. നന്നായി ഓർമ്മ വേണം. അള്ളാഹു ഗഫൂർ ആയതുകൊണ്ട് നമ്മളും ആളുകളെ പുറത്തു കൊടുക്കുന്നവനും ആളുടെ മിസ്റ്റേക്കുകൾ മറച്ചു വെക്കുന്നവനും ആവണം എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളെയും നാം മറച്ചു വെക്കണം. കഴിഞ്ഞതിൽ പറഞ്ഞത് മറ്റുള്ളവരുടെ പാപങ്ങൾ മറച്ചു വെക്കണം എന്നാണ്. അള്ളാഹു പുറത്തു തരുന്നവനാണ്. നമ്മളിൽ നിന്ന് ഒരു നിമിഷം ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അത് പരസ്യപ്പെടുത്തരുത്. കാരണം അള്ളാഹു അത് പരസ്യപ്പെടുത്താതെ അള്ളാഹു രഹസ്യമാക്കി മറച്ചു വെച്ചു എന്നുണ്ടെങ്കിൽ, മാത്രമല്ല അള്ളാഹു അത് പുറത്തു തന്ന് നാളെ ആഖിറത്തിലും മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, നാം അതിന് മറ്റുള്ളവരോട് ഷെയർ ചെയ്തുകൊണ്ട് ഇന്ന സമയത്ത് ഞാൻ മദ്യം ഉപയോഗിച്ചു എന്നുള്ളത് ഒരിക്കലും പുറത്തു പറയരുത്. അതൊരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ ആ മദ്യം ഉപയോഗിക്കുക എന്നുള്ള തെറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റ് അത് സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയം അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കണം, അള്ളാഹുവിനോട് പുറത്തു തരാൻ ആവശ്യപ്പെടണം. അത് കഴിഞ്ഞാൽ മറ്റൊരാളോടും അത് പങ്കുവെക്കരുത്. നാമും അള്ളാഹുവും മാത്രം അറിയുന്ന രീതിയിൽ അത് സൂക്ഷിക്കണം, പുറത്തു പറയരുത്. കാരണം അള്ളാഹു അത് മറച്ചു വെക്കുകയും നാം അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അത് പരസ്പര വൈരുദ്ധ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. നാം അത് രഹസ്യമാക്കി വെക്കണം. ഇനി ഈ അള്ളാഹുവിന്റെ ഗഫാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെയാണ് സൂചിപ്പിക്കാൻ, അതോടുകൂടെ നിർത്താം. അള്ളാഹു പുറത്തു തരുന്നവനും മറച്ചു വെക്കുന്നവനുമാകുന്നു എന്ന് പറയുമ്പോൾ ഈ താഴെ മൂന്നാല് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങൾക്ക് പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹു ഗാഫിർ, പുറത്തു തരുന്നവനാകുന്നു. എന്നാൽ മുഖത്താബ് നിറൽ ഗീബത്ത് പറഞ്ഞ് നടക്കുന്നവൻ, മറ്റുള്ളവരുടെ രഹസ്യങ്ങളും സ്വഭാവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നടക്കുന്നവർക്കാണ് ഗീബത്ത് പറഞ്ഞ് നടക്കുക എന്ന് പറയുന്നത്. രണ്ടാമത് മുത്തജസ്സിസ്, ജാസൂസ്, ചാരപ്പണി ചെയ്യുന്നവൻ. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എടുത്തുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എത്തിക്കുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം. കാരണം അള്ളാഹു എല്ലാവരുടെയും ദോഷങ്ങളെ പുറത്തു കൊടുത്തുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ആളുകളുടെ അഭിമാനം സംരക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരിക്കലും ഗീബത്ത് പറഞ്ഞ് നടക്കാൻ പാടില്ല. അള്ളാഹു തന്നെ വലിയ തെറ്റായിട്ട് എണ്ണിയതാണ് ഗീബത്ത് പറയുക എന്നുള്ളത്, കുറ്റം പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ ജാസൂസ് എന്ന് പറഞ്ഞാൽ ചാരപ്പണി ചെയ്യുക, രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മുത്തജസ്സിസ്, ഒരാളിൽ നിന്ന് സംഭവിച്ചു പോയ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് നാം മനസ്സിലാക്കി ചോർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ എത്തിച്ചു കൊടുക്കരുത്. അള്ളാഹു അതിനെല്ലാം മറയിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മറയിടാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിന് തടസ്സമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. മൂന്നാമത് അൽ മുൻതഖിം, അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണെങ്കിൽ മുൻതഖിം എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുക. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മളേക്കുന്ന ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? അത് പുറത്തു തരും. എന്നാൽ നമ്മൾ രണ്ട് മനുഷ്യർ തമ്മിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്നോട് അത് ചെയ്തതിന് ഞാൻ പ്രതികാരം ചെയ്യുക, അതല്ല വേണ്ടത്. അള്ളാഹുവിന്റെ സ്വഭാവം മഗ്ഫിറത്ത്. അത് സാരല്ല, അവനവന്റെ വിവരക്കേട് കൊണ്ട് എന്നെ ചീത്ത വിളിച്ചതാണ്, എനിക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ അവനവന്റെ വിവരക്കേട് കൊണ്ട് തെറ്റ് ചെയ്തതാണ്, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണം. പ്രതികാരം എടുക്കുക എന്നുള്ളത് ഗഫാർ എന്നുള്ള വിശേഷണത്തിനെതിരാണ്. അതേപോലെ തന്നെ അൽ മുക്കാഫി അൽ ഇസാ, ഇങ്ങോട്ട് മോശമായി പെരുമാറിയവനോട് അതേ രീതിയിൽ മോശമായി പെരുമാറുക, അതും ഗഫാർ എന്നുള്ള വിശേഷണത്തോട് യോജിച്ചതല്ല. ഇങ്ങോട്ട് തെറ്റ് ചെയ്യുന്നവനോട് അങ്ങോട്ട് കരുണയുടെ, മഗ്ഫിറത്തിന്റെ, അഫുവിന്റെ, വിട്ടുവീഴ്ചയുടെ പെരുമാറ്റമാണ് പെരുമാറേണ്ടത്. ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയാം. ഇന്ന് ചർച്ച ചെയ്തത് അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്നുള്ള വിശേഷണമാണ്, ഗാഫിർ ആകുന്നു എന്നുള്ള വിശേഷണം. ഗാഫിർ പരിശുദ്ധ ഖുർആനിലെ ഗാഫിറും ഗഫാറും ഗഫൂറും 3 രീതിയിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓരോന്ന് പറഞ്ഞു. അള്ളാഹു പുറത്തു തരുന്നവനും കൂടുതൽ പുറത്തു തരുന്നവനുമാകുന്നു എന്നുള്ള അർത്ഥത്തിൽ ഗാഫിറും ഗഫാറും ഗഫൂറുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ലാലിമുൽ നഫ്സിഹി, സ്വന്തത്തോട് തെറ്റുകളും പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ആവശ്യമുള്ള ആളുകളാണ്. ലല്ലാമാകുന്നു, ലലൂമാകുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് തെറ്റുകൾ പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ആവശ്യമുള്ളവരാകുന്നു. അതേസമയം ഒരിക്കലും നിരാശനാവരില്ല. തഖനതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ തൊട്ടും കരുണയെ തൊട്ടും നിരാശനായി പോകരുത്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, അള്ളാഹു എല്ലാ ദോഷങ്ങളെയും പുറത്തു തരുന്നവനാണ് എന്നുള്ള ഒരു
തിരിച്ചറിവ് കൂടി. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പ്രധാനമായി അള്ളാഹു എടുത്തു പറഞ്ഞതാണ് പുറത്തു കൊടുക്കുന്നവൻ എന്നുള്ളത് തിരിച്ചറിയുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു.